ഇപ്പോൾ കാണിക്കുന്നത് അറ്റൂമയെയും അയൺമാനെയുമാണ്. ഇപ്പോൾ അറ്റൂമ താൻ ഈ സിറ്റിയെ കീഴടക്കാനാണ് ഇവിടെ തൻ്റെ ആർമിയുമായി വന്നതെന്ന് അയൺമാനോട് പറഞ്ഞതും അപ്പോൾ തന്നെ അയൺമാൻ എങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അറ്റൂമയെ അയൺമാൻ അറ്റാക്ക് ചെയ്യുകയാണ്. ഇതേ സമയം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ഹൾക്കും തോറും ഫാൽക്കണും ഹോക്കയും അവിടെയുള്ള അറ്റ്ലാന്റിയൻ ആർമിയോട് ഫൈറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവിടെ ക്യാപ്റ്റൻ അമേരിക്കയും ബാക്കിയുള്ളവരും അറ്റ്ലാന്റിയൻ ആർമിയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ആ അറ്റ്ലാന്റിയൻ ആർമിയിലെ കുറച്ച് പേർ അവിടെയുള്ള അണ്ടർഗ്രൗണ്ട് അഥവാ സബ്വേയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അവർ മാത്രമല്ല, ഇപ്പോൾ അറ്റൂമയും നമ്മുടെ അയൺമാനെ അടിച്ചു തെറിപ്പിച്ചിട്ട് അവിടെയുള്ള അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നീന്തി പോകുന്നുമുണ്ട്. ഇപ്പോൾ അത് കണ്ടതും അപ്പോൾ തന്നെ അയൺമാൻ ആ സബ്വേയുടെ ഉള്ളിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിനുള്ളിൽ ഭയങ്കര വെള്ളമായതിനാൽ റബ്ബർ ഡെക്ക് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അകത്തൂടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക സ്യൂട്ട് തൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് തൻ്റെ കെട്ടിടത്തിൽ നിന്നും കൊണ്ടുവന്ന് അതും ഇട്ടാണ് നമ്മുടെ അയൺമാൻ അറ്റൂമയെ തോൽപ്പിക്കാനായി അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കയറി അയൺമാൻ ബാക്കിയുള്ള അവെഞ്ചേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് തോർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈ അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വരുവാൻ പറയുകയാണ്. അപ്പോൾ തന്നെ അവരെല്ലാം സബ്വേയുടെ അകത്തേക്ക് വരുന്നു. ഇപ്പോൾ അയൺമാൻ തോറിനെ മാത്രം പുറത്ത് നിർത്തിയത് എന്തുകൊണ്ടെന്നാൽ അറ്റ്ലാന്റിയൻ ആർമിയിലെ കുറച്ച് പേർ മാത്രമാണ് ഈ അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. മാത്രമല്ല, ഇപ്പോൾ കടലിൻ്റെ അകത്തു നിന്നും കൂടുതൽ അറ്റ്ലാന്റിയൻ ആളുകൾ അങ്ങോട്ട് വരുന്നുമുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഫൈറ്റ് ചെയ്ത് നിൽക്കുവാനാണ് തോറിനെ അയൺമാൻ പുറത്ത് നിർത്തിയത്. ഇപ്പോൾ തോർ ഒറ്റയ്ക്ക് പുറത്തുള്ള അറ്റ്ലാന്റിയൻ ആർമിയെ മുഴുവൻ വളരെ സന്തോഷത്തോടെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ അറ്റൂമയ്ക്കെതിരെയും അറ്റ്ലാന്റിയൻ ആർമിക്കെതിരെയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അവിടെ ആ സബ്വേയുടെ ഉള്ളിൽ അറ്റ്ലാന്റിയൻ ആർമിയിലുള്ളവർ എന്തോ ഡിവൈസ് അവിടെയുള്ള ഭിത്തിയിലെല്ലാം ഒട്ടിച്ചു വെച്ചിട്ട് അവിടുന്ന് വേഗം എങ്ങോട്ടോ പോകുന്നത് കണ്ടതും അപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ഹോക്കയും ആ ഡിവൈസിൻ്റെ കാര്യം അയൺമാനെ കോൺടാക്ട് ചെയ്ത് അറിയിച്ചതും അപ്പോൾ തന്നെ അയൺമാൻ തൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് അത് എന്ത് ഡിവൈസ് ആണെന്ന് പരിശോധിച്ച് നോക്കുന്നു. എന്നിട്ട് ഉടനെ ക്യാപ്റ്റൻ അമേരിക്കയോടും ബാക്കിയുള്ളവരോടും അതെന്ത് തരം ഡിവൈസ് ആണെന്ന് തനിക്ക് അറിയില്ല എന്നും പക്ഷെ അതുപോലത്തെ 100 കണക്കിന് ഡിവൈസുകൾ അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ അറ്റ്ലാന്റിയൻസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും അതിപ്പോൾ പവറപ്പ് ആകുന്നുണ്ടെന്നും അതുകൊണ്ട് എല്ലാവരും എത്രയും വേഗം സബ്വേയുടെ അകത്തു നിന്നും പുറത്തേക്ക് പോയിക്കോളാൻ അയൺമാൻ പറഞ്ഞു തീർന്നതും അപ്പോൾ തന്നെ എല്ലാവരും അവിടുന്ന് വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങിയാണ്. പക്ഷെ പെട്ടെന്ന് അവിടെയുള്ള ആ ഡിവൈസ് എല്ലാം ഓൺ ആവുകയാണ്. ആ ഡിവൈസ് അവിടെയുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കാൻ തുടങ്ങിയാണ്. ഇപ്പം അത്രയും വെള്ളം ആ ചെറിയ ഡിവൈസ് വലിച്ചെടുക്കുന്നത് കൊണ്ട് അണ്ടർഗ്രൗണ്ട് തകരാൻ തുടങ്ങിയാണ്. മാത്രമല്ല, ഇപ്പോൾ ആ സിറ്റിയുടെ ഒരു സൈഡ് തന്നെ ചെരിഞ്ഞ് അവിടെയുള്ള കടലിൻ്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോവുകയാണ്. അതുകൊണ്ട് അവെഞ്ചേഴ്സും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ടിൻ്റെ അകത്തു നിന്നും രക്ഷപ്പെട്ട അയൺമാൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന ബാക്കിയുള്ളവരോട് അറ്റൂമയുടെ ആ ഡിവൈസുകൾ കാരണം സിറ്റിയുടെ അടിയിലെ ലെയർ തകർന്നു പോയെന്നും അതുകൊണ്ടാണ് സിറ്റിയുടെ ഒരു വശം കടലിലേക്ക് താഴ്ന്നു പോയതെന്നും അയൺമാൻ പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ സിറ്റി താഴ്ന്നു പോയതുകൊണ്ട് തന്നെ സിറ്റിയിൽ നേരത്തേക്കാൾ കൂടുതൽ വെള്ളം കയറുകയാണ്. ഇപ്പോൾ അത് കണ്ട് അറ്റൂമ വളരെയധികം സന്തോഷിക്കുകയാണ്. അറ്റൂമ സിറ്റിയെ കീഴടക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിരുന്ന പ്ലാൻ ഇതായിരുന്നു.